ഇവിടെ എന്തെങ്കിലും ഇവിടെ എന്തോന്ന് അതല്ല ഞാനാണോ ഈ ദക്ഷിണ എന്തെങ്കിലും ദക്ഷിണേന്ത്യ സംഭാവന ആരാ കല്യാണത്തിന് അല്ല ഈ ഫീസ് കൊടുക്കാം അതല്ലേടാ പോങ്ങം കിഴങ്ങ ഞാൻ ഞാൻ കൊടുക്കാം മാഡം ഇത് ഫീസ് അല്ല. അപ്പൊ കടമായിട്ട് തന്നതാണോ? അല്ലല്ല, ഇത് എന്റെ സന്തോഷത്തിന് വേണ്ടി ഇരിക്കട്ടെ. ഇത് നിങ്ങളുടെ സന്തോഷം, അപ്പൊ എന്റെ സന്തോഷം അതെനിക്ക് തന്നാ മതി. ശരിയാ. അല്ല അപ്പൊ എന്റെ ഒരു സന്തോഷത്തിന് സന്തോഷം ഉണ്ടല്ലേ? അപ്പൊ ശരിയല്ല പറഞ്ഞോല. അയ്യോ എന്തേ പൊന്നെ, നീ എന്നാടാ എന്നെ മോട്ടിവേഷൻ ചെയ്തത്? നീ എന്നാ എന്നെ മോട്ടിവേഷൻ ചെയ്തത്? നീ മോട്ടിവേഷൻ ക്ലാസ്സിന് പോണോന്ന് പറഞ്ഞപ്പോഴേ നിനക്ക് വണ്ടിക്കൂലി തന്നെ ആരാണ്? എടോ, തന്റെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയിട്ട് ജോയിൻ ചെയ്ത്. എന്നിട്ട് അവിടുന്ന് ഞാൻ പ്രശസ്തിയായി കുറച്ചൊക്കെ കാശ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ താൻ പിന്നെയും വന്നിരിക്കുന്നു. ആണുണ്ടോടോ തനിക്ക്? നിങ്ങൾക്കറിയാം സത്യം പറഞ്ഞ പറയിപ്പിക്കരുത്, മിണ്ടരുത്. നിങ്ങൾക്കറിയാം ഇവർക്ക് വരുന്ന കോളുകളെല്ലാം ഞാൻ ആൾക്കാരെ കൊണ്ട് ഞാൻ എന്റെ കള്ളത്തൊട്ടെ കൊണ്ട് വിളിപ്പിക്കുന്ന ശരിക്കും സത്യം ഇതാണ് നടക്കുന്ന സത്യം. വേറൊരു കാര്യം നിങ്ങൾക്കറിയാവോ? കഴിഞ്ഞ 19 വർഷമായി എന്നെ കെട്ടിക്കൊണ്ടു വന്നിട്ട് സത്യം ഞാൻ കെട്ടിക്കൊണ്ടു വന്നെന്നു ഞാൻ വിഷമം കൊണ്ട് പറയുന്നതാണ്. അങ്ങനെ നെഞ്ചു പൊട്ടി പോകുന്നോണ്ട് പറയാണ്. എന്റെ പുറജോത് കൂട്ടാ ഞാൻ കള്ളം പറയുന്നതല്ല. എന്നെ കെട്ടിക്കൊണ്ടുവന്നു ആദ്യ രാത്രിയില് ഞാൻ പാലും കൊണ്ടകത്തൊരു കയറി ചെന്നപ്പോട്ട് അവള് കാലുമേ കാലും കെട്ടിയിരിക്കുക. അത് പോട്ടെ, ഞാൻ മിണ്ടിയില്ല. ഇന്നേ അവർ അന്ന് ഒരു ദിവസമല്ലാതെ എന്റെ പുറജോത് കൂട്ടാ സത്യം എന്റെ അമ്മച്ചിയാണ് സത്യം. ഞാൻ തള്ളം പറയത്തില്ല. അതിനകത്ത് ഇത് പൂട്ടിയിട്ടേക്കുന്നുണ്ടോ? അന്ന് കയറിയതാ. എന്നിട്ട് ഇവിടെ പറയുന്നത് എനിക്ക് സ്പേസ് തരുന്നുണ്ട്. തനിക്ക് ഞാൻ അടുക്കളയിൽ സ്പേസ് തന്നില്ലടോ. ഞാൻ അത് തന്നെ തനിക്കുള്ള സ്പേസ്. പിന്നെ ഹഗ് ചെയ്താ തനിക്ക് ഹഗ് ചെയ്യണോ? അത്ര വലിയ കുഴപ്പം. ഹഗ് ചെയ്യാൻ പാടില്ല. എന്റെ യൂട്യൂബേഴ്സിനെ ഞാൻ ഹഗ് ചെയ്യാൻ പാടില്ലെന്ന്. എന്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ഹഗ് ചെയ്ത് എന്താ കുഴപ്പം? ആണുങ്ങളെ നീ ഇങ്ങനെ കെട്ടിപ്പിടിച്ചല്ലോ. നിങ്ങൾ തോന്നിവാസം പറയരുത്. ഞാൻ അനിയ എന്ന് പറഞ്ഞിട്ടാ ഹഗ് ചെയ്തത്. അവന്റെ പേരെന്തുവാ? അനി. അനി. അപ്പൊ അനിയാന്നല്ല ഹനി. അവനാണെങ്കിൽ പോവത്തില്ല. നിന്ന് ഞാൻ ചെരിപ്പൂരി ആണത്തോണ്ട കയറിയടി. ഞാനേ കുളിച്ചിട്ട് വരുമായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ. അനിയൻ എപ്പോ ഒന്ന് ചേച്ചിയുടെ 3ാമത്തെ തെറിക്ക് എത്തി ഇവിടെ. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? ശരിക്കും മക്കളെ എവളെന്നെ വിളിട്ട് കൊല്ലാകൊല്ലേ എറിഞ്ഞോണ്ടോ നടു തളർത്തി കളഞ്ഞു. എല്ലാരും ഉപദേശിക്കുന്നില്ല. നിങ്ങളല്ലേ പറഞ്ഞ ഹഗ് ചെയ്താ എല്ലാം ശരിയാവും. അയ്യ, ഹഗ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം. ഇതിനെ ഹഗ് ചെയ്യണേക്കാൾ നല്ലത് മുള്ളുമുറിക്ക ചെന്ന് കെട്ടിപ്പിടിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളല്ലേ പറഞ്ഞ ഭാര്യ ചുംബിച്ചടി നന്നായിട്ട് പോകുന്നു? എവളെയോ ചുംബിക്കാനോ? തനിക്ക് എന്ത് യോഗ്യത ഉണ്ടോ എന്നെ ചുംബിക്കാൻ? ഇത്രയും സുന്ദരിയായ എന്നെ ചുംബിക്കാൻ അയാൾക്ക് എന്ത് യോഗ്യത ഉണ്ടോ? ഇയാൾ വന്നപ്പോ തന്നെ ചോദിച്ചതുണ്ടോ വേലക്കാരനാണോ? ആ യോഗ്യത ഉള്ളൂ തനിക്ക്. പിന്നെ ഞാൻ എന്തോ എന്റെ അമ്മ വിഷമാണെന്ന് പറഞ്ഞു ഇയാളെ. എന്റെ അമ്മ വിഷമാണത്രേ. നിങ്ങളെ ഈ ചാനൽ പേരെന്താണ്? ഇണക്കുരുവികൾ. ആ പേരങ്ങ് മാറ്റണം. എന്നിട്ട് പോര് കോഴി ഇടണം. ഇയാളെ എന്തോ വേണമെന്ന് പറ. എവളുടെ അമ്മയും എവളുടെ അച്ഛനും വിഷമായിട്ടല്ലേ ഇതുപോലൊരു വിഷത്തെ എന്റെ തലയെ കെട്ടി വെച്ചത്? ഞാൻ വിഷമാണോടോ? വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ കടന്നു തുള്ളു. കൊട്ടാ മിക്കാറും ചരിഞ്ഞങ്ങ് വീഴും. തീർന്നു. ചേട്ടാ ആശുപത്രി പോണേ ചേട്ടാ. ഞാൻ നീ ഇവിടെ വന്നപ്പോ ഞങ്ങൾ ചോദിച്ചില്ലേ രാവിലെ ഉണർന്നു കഴിഞ്ഞാ എന്ത് ചെയ്യുമെന്ന്? അതെ, നീ എന്താ പറഞ്ഞേ? കണ്ണ് തിരുമോന്ന് പറഞ്ഞു. കണ്ണ് തിരുമല്ല ചെയ്യേണ്ടത്. രാവിലെ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ